എന്തു കാരണം കൊണ്ടാണ് നമ്മുടെ യുവറാണിക്ക് കോപമിരച്ചു കയറിയത്? പുഷ്പക വിമാന പയനത്തിന് ഒരു വഴി കിട്ടിയിരുന്നു. അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതിനാണ് ഈ കോപം അങ്ങുന്നേ. അത് കഷ്ടമായല്ലോ. നിങ്ങൾ വേറെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് എല്ലാം മനസ്സിലാവും. കുഴപ്പമില്ലല്ലോ, നമ്മുടെ യുവറാണിക്ക് വേറെ ഭാഷയും മനസ്സിലാകുന്നുണ്ട്. മോക്ക് വേണ്ടിയേ ഞാൻ എന്താ കൊണ്ടുവന്നേന്ന് നോക്ക്. കൊണ്ടുവന്നു. വെറും കറി കൊണ്ടുവന്നാ പൂരി കൊണ്ടുവരില്ല, പൂരി കൊണ്ടുവന്നാ കറിയും കൊണ്ടുവരില്ല. പാവം, ഞങ്ങളുടെ സേക്ക് ഇഷ്ടായതുകൊണ്ട് നല്ല ചൂടൻ പൂരി ഉണ്ടാക്കിയതാ. അത് തന്നെ മറന്നുപോയല്ലോ നിന്റെ ഈ എഞ്ചിനീയർ മുത്തശ്ശൻ. കണ്ടു വച്ചാ, ഇത്രയും നേരം ദേഷ്യം പിടിച്ചിരുന്നതാ. ഇപ്പൊ മുത്തശ്ശിയുടെ സംസാരം കേട്ടപ്പോ സന്തോഷത്തോടെ ചിരിക്കുവാണോ നീ? ഞാനും മോളും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ മോളെ? മോൾ ആരോടെ എങ്ങനെ ദേഷ്യം പിടിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, കാര്യം എന്താന്ന് തിരക്കണ്ട. ഇനി കഴിക്കാൻ വരെ അവള് വാശി കാണിച്ചു കൊണ്ട് തന്നെ ഇരിക്കും ഇതിന്. ഓ അതെയോ? വാ മോളെ, നമുക്കെന്തിനാ ഇവരുടെ കമ്പനി? പൂരി ചാറ് പാർട്ടി. അവളോട് നീ എന്തിനെങ്കിലും ചൂടായോ സീത? അങ്ങനെയൊന്നും ഇല്ലമ്മേ. പാവം കുട്ടി, രാവിലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നതാ. ചുറ്റുവട്ടത്തുള്ളവരെങ്ങനെയൊക്കെ ജീവിക്കുന്നെന്ന് കാണുന്നുണ്ട്. അവക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അവളോട് ദേഷ്യമൊന്നും കാണിക്കരുത്. അമ്മേ, ഞാൻ എന്തിനാ അവളോട് ദേഷ്യം പിടിക്കുന്നത്? അവൾ ചോദിക്കുന്നതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തോണ്ട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നത്. അവൾക്കൊരിക്കലും നിരാശ തോന്നാത്ത രീതിയിൽ എനിക്ക് അവളെ നോക്കണം. നാളെ അവളെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകണം. കേക്കുന്നുണ്ട്. നാളെ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കണ്ടോ അമ്മേ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവൾ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. യുവറാണിക്ക് അത്രയെങ്കിലും ഒക്കെ സാമർഥ്യം ഉണ്ടായില്ലേ പറ്റൂ. ഞാനൊന്നും വേണോന്ന് വിചാരിച്ച് കേട്ടതല്ല, പൂരി തിന്നോണ്ടിരിക്കുമ്പോ കേട്ടതാ. ഓ ശരി, കഴിക്ക്. സീതമ്മ, സത്യമായിട്ടും നമ്മൾ നാളെ വെളിയിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ടെന്ന് പറഞ്ഞൊരു പിങ്കി പ്രോമിസ് തന്നെ. പിന്നെ അതില്ലെന്ന് പറയരുത്. ശരി, പിങ്കി പ്രോമിസ് ചെയ്യേ. പിങ്കി പ്രോമിസ്. ഈ മങ്കി പ്രോമിസ്. നാളെ നമ്മൾ രണ്ടാളും പുറത്തു പോകും. ശാന്തേ, വേണ്ട മോളെ. ഇതൊക്കെ എന്റെ തലവിധിയായല്ലോ. അയ്യോ, നിന്റെ മുത്തശ്ശി വേറെ എന്തോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ പറഞ്ഞ കേക്കില്ല നീ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ നിൽക്ക്. കാണുന്നവരൊക്കെ ചിരിക്കൂലേടി. ആര് വേണമെങ്കിലും ചിരിച്ചോട്ടെ, ഇനി ഒരിക്കലും ഇത് മറക്കാൻ പറ്റില്ല. മുത്തശ്ശന് മറവി കൂടുതലല്ലേ? അപ്പൊ കടക്കാരൻ ഇതൊക്കെ നോക്കി എന്താ വേണ്ടതെന്ന് വെച്ചാ കൊടുത്തോളൂ. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ മുത്തശ്ശി. ഈ കൊച്ചുകുട്ടികളുടെ മുഖമൊക്കെ തുടയ്ക്കാൻ ഒരു കർച്ചീഫ് വെക്കില്ലേ, അതുപോലെ ഉണ്ട് ഇത്. മുത്തശ്ശ, സത്യം പറയുവാണെങ്കിൽ നിങ്ങളിപ്പോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പെൺകുട്ടികളുടെ മുന്നിൽ നീ എന്റെ അഭിമാനം കളയൂല്ലോടി. പെൺകുട്ടി എന്ന് പറഞ്ഞ അതാ, ഇതല്ല. മുത്തശ്ശ, നിങ്ങളോട് സംസാരിച്ചിട്ട് ഇപ്പൊ എനിക്ക് മര്യാദ ഇല്ലാത്ത പോലെയായി. അതെ, വേഗം പോയേ, അവൻ കടയടയ്ക്കും. നാളെ ഉത്സവാ. പൂജ തുടങ്ങുന്ന നേരത്തെ സാധനം ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. നാളെ ഉത്സവോ? എന്ത് ഉത്സവം? വർമാലക്ഷ്മി ഉത്സവം മോളെ. വർമാലക്ഷ്മി ഉത്സവത്തിന്റെ അന്ന് എന്താ ചെയ്യാണെന്ന് പറഞ്ഞ? എഞ്ചിനീയർ സാറേ, കടയിൽ പോയിട്ട് വാ. മുത്തശ്ശ, വേണമെങ്കിൽ എന്റെ വണ്ടിയിൽ പോയിക്കോ. ഇതാക്കി. നിനക്ക് വണ്ടി പോയാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചാവി അങ്ങോട്ട് കൊടുത്തോ. മുത്തശ്ശ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ആന്റി എന്ന് വിളിക്കല്ലേ. ഓക്കേ.
ഇനിയെങ്കിലും കീ തന്നേ. മുത്തശ്ശ നമുക്ക് പോയാലോ? ആ ശ്രദ്ധിച്ച്. ശരി സീതമ്മ. മുത്തശ്ശ ഇനി പറ, വർമ്മലക്ഷ്മി ഉത്സവം എന്ന് പറഞ്ഞ എന്താ? പ്രിയ, ദൈവത്തിന് നിവേദ്യം ഉണ്ടാക്കാൻ വെച്ചതെടുത്ത് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല പ്രിയ. അത് ദൈവം എന്തായാലും വന്ന് തിന്നില്ലല്ലോ മുത്തശ്ശി. ഞാനെങ്കിലും ഇത് കഴിക്കട്ടെ. സിഹിയോടാണെങ്കിൽ പറയാൻ, നിന്നോടാ പറയാൻ പറ്റാത്തത്. ഏയ് സുന്ദരി, നിന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞോ? എന്റെ വണ്ടി പണിയൊന്നും തന്നില്ലല്ലോ. സ്റ്റാർട്ട് ആയല്ലോ അല്ലേ? ഞാൻ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുത്തശ്ശി എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ് മോളെ. മോക്കൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല, ഈ മുത്തശ്ശന് ഇത്രയും സാധനം തന്നെ വാങ്ങാൻ ഭയങ്കര പിശുക്ക. ഞാൻ വെറുതെ വിടുവോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മിടുക്കി കുട്ടിയാടി നീ. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഡൗട്ട് തോന്നാറുണ്ട്, ഇവള് നിന്റെ മോള് തന്നെയാണോന്ന്. എത്ര ടോപ്പാ ഇവളെന്ന് നോക്ക്. മുത്തശ്ശി ഇതെന്തിനുള്ളതാ? അതിനെ നീ ഇതായിട്ട് കൂട്ടി യോജിപ്പിക്കണം. മുത്തശ്ശി എന്നെയും കൂട്ടി യോജിപ്പിക്കാൻ പഠിപ്പിക്കോ? നോക്കടി, സിഹിക്ക് എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പഠിക്കട്ടെ പഠിക്കട്ടെ, എന്നെ വിട്ടേക്കേ. മുത്തശ്ശി ഈ പൂജ എന്തിനുള്ളതാ? ഭർത്താവിനെ പുറത്തേക്ക് അയച്ച് നാണം കെടുത്താൻ. നിന്റെ മുത്തശ്ശനെ കുശുംബ. ഭർത്താവിനൊന്നും സംഭവിക്കാതിരിക്കാനും പിന്നെ വീട്ടില് ധനവും ധാന്യമൊക്കെ വന്നു ചേരാനും ഒരു കഷ്ടപ്പാടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നത്. ധനം ധാന്യം എന്ന് പറഞ്ഞാ? അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെ വേണോ അതിനെയാണ് ധാന്യം എന്ന് പറയുന്നത്. അത് വാങ്ങാൻ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ ധനം എന്ന് പറയും. അത് രണ്ടും തരുന്നത് ലക്ഷ്മി ദേവി. അതെയോ? രാമായണ മാസത്തിൽ 2-ാമത്തെ വെള്ളിയാഴ്ചയും 3-ാമത്തെ വെള്ളിയാഴ്ചയും ആരൊക്കെയാണോ വീടൊക്കെ ശുദ്ധിയാക്കി ലക്ഷ്മി ദേവിയെ മനസ്സുകൊണ്ട് വിളിച്ചു പൂജിക്കുന്നത് അവർക്ക് ലക്ഷ്മി ദേവി നല്ലതേ വരുത്തൂ. സീതമ്മ, നമുക്കും ഈ പൂജ ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ കഷ്ടങ്ങളും ഇല്ലാതായേനെ. നമുക്കെന്ത് കഷ്ടപ്പാടാ ഉള്ളത്? ഈ പൂജ ചെയ്ത ഭർത്താവിന് നല്ലതാണെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ തിരിച്ചു വരില്ലേ? മോളെ, നീ വിചാരിച്ച പോലെ എല്ലാം നടക്കും. നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്ക, അത്രേ മതി. മകള് ചോദിച്ചത് ശരി തന്നെയല്ലേ? ഏയ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സീതയുടെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? എന്ത് മറവിയാ നിങ്ങൾക്ക്? അമ്മേ, അച്ഛനോട് ദേഷ്യപ്പെടണ്ട. എനിക്കും അച്ഛനെ പോലെ ഇങ്ങനെ മറവി ഉണ്ടായിരുന്നെങ്കിൽ നടന്നതൊക്കെ എനിക്കും മറന്നു പോവായിരുന്നു. ശരി, ഞാൻ ഒരുപാട് ലേറ്റായി. PGയുടെ ഗേറ്റ് അടയ്ക്കാറായി കാണും. ഞാൻ എന്നാ പോട്ടെ. വേദന മനസ്സിൽ തന്നെ വെച്ചാലേ മറക്കാൻ പറ്റില്ല. അതെന്താണെന്ന് നിനക്ക് എന്നോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തൂടെ? എല്ലാവർക്കും പറയാൻ അവരവരുടെ സങ്കടങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ സങ്കടങ്ങളൊക്കെ കേട്ടാ ആരും വിശ്വസിക്കില്ല. അതാ പ്രോബ്ലം. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? വീട് അല്ല, ഐ എം സോറി, ബട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞൂടെ? നീ ഇതുവരെ നിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും എന്നോട് ഷെയർ ചെയ്തിട്ടേ ഇല്ല. നിന്റെ PG ഗേറ്റ് ക്ലോസ് ചെയ്യാൻ സമയമായെന്നല്ലേ നീ പറഞ്ഞത്? അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ഒന്നും അല്ല ഇത്. ചെല്ല്, വേറൊരിക്കൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. സീതമ്മ, നമുക്ക് നാളെ പുറത്തേക്കൊന്നും പോകണ്ട. ഉത്സവം കൂടാം. നാളെ നമുക്ക് അത് ചെയ്യാം. എന്താ സീതമ്മ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിനക്ക് വിഷമമായിട്ടുണ്ടോ? പോയി കിടക്ക്. സീതമ്മ, ഇങ്ങനെ വിഷമം വരുമ്പോ ചോക്ലേറ്റ് തിന്നാ മതി എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എല്ലാം അറിയോ അല്ലേ?
ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് തലയിൽ വെച്ച് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇല്ലാത്തവരെ പറ്റി സംസാരിക്കണോ നിനക്ക്? എന്റെ ജീവിതത്തിൽ ഇല്ലാത്തവരെ പറ്റി സംസാരിച്ച് എന്റെ തല ചൂടാക്കി നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. എന്നുവെച്ചാ അച്ഛനെ കുറിച്ചാണോ സീതമ്മ? സിഹി, മതി നിർത്ത്. എന്ത് പറ്റി സീതമ്മ? നിനക്ക് ഞാനുണ്ടായ പോരാ അല്ലേ? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ഒരു വിലയില്ലല്ലേ നിനക്കെന്നെ? ഉള്ളവരെക്കാൾ ഇല്ലാത്തവരാണോ നിനക്ക് നല്ലത്? ഓ, ഇപ്പൊ മനസ്സിലായി. എന്റെ ഫ്രണ്ടിന് ചോക്ലേറ്റ് തിന്നാ സ്ട്രെസ് കുറഞ്ഞു പോവും. പക്ഷേ നിനക്ക് സ്ട്രോങ് കോഫി കുടിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. നിനക്ക് ഇപ്പൊ വരാം. ചൂട് ചൂട് കോഫി മുത്തശ്ശിയോട് പറഞ്ഞ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. നീ ഇങ്ങനെയല്ലേ കോഫി കുടിക്കാറുള്ളത്? കോഫിക്ക് നല്ല ചൂടുണ്ടോ സീതമ്മ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. നല്ലതാണെങ്കി ഒരു കപ്പും കൂടെ കൊണ്ടുവരാം. കുഴപ്പമില്ലല്ലോ. കോഫി കണ്ടപ്പോ തന്നെ എന്റെ സീതയുടെ മുഖത്ത് സന്തോഷം വന്നല്ലോ. എനിക്കെല്ലാം അറിയാന്ന് പറയുന്നല്ലേ സീതമ്മ? എനിക്കെല്ലാം അറിയാം. എന്റെ സീതമ്മയ്ക്ക് ദേഷ്യം വന്നാ അത് എങ്ങനെ ശരിയാക്കണം വരെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്കില്ലേ നീ? അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെ പറ്റി സംസാരിക്കില്ലെന്ന് പിങ്കി പ്രോമിസ് ചെയ്യും. എന്ത് വിഷയം? ഓ, അച്ഛന്റെ വിഷയം. ഓക്കെ ഓക്കെ. സീതമ്മ, പ്രോമിസ് ചെയ്യ്. ഞാനെങ്ങാനും മറന്നുപോയാലോ? മറക്കാതിരിക്കാനല്ലേ പ്രോമിസ് ചെയ്യാൻ പറയുന്നേ. പ്രോമിസ് ചെയ്യൂ. ഞാനൊന്നും പിങ്കി പ്രോമിസ് ചെയ്യില്ല. സിഹി, ഞാൻ ഈ വിഷയത്തെ പറ്റി എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അതിനെപ്പറ്റി തന്നെ സംസാരം മുഴുവൻ. ഇനി അവള് വലിയ കുട്ടിയാവുമ്പോ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ അവളെ? യെസ്, ഈ സമയത്ത് ഫോൺ ചെയ്ത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണോ? നാളെ സംസാരിക്കുന്നല്ലേ ബെറ്റർ. റാം, ഈ സമയത്ത് എന്താ? ബൈ മിസ്റ്റേക്ക് എങ്ങാനും കോൾ വന്നതായിരിക്കോ? ഈ സമയത്ത് അവൻ കോൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ? ഹലോ, സോറി, ഈ സമയത്ത് ഫോൺ ചെയ്ത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയാ? ഇല്ല, പ്രശ്നമില്ല. ഞാൻ കിടക്കാൻ പോകുന്നതേ ഉള്ളൂ. സിഹിയോട് സംസാരിക്കാൻ വിളിച്ചതായിരുന്നോ? ഇല്ല ഇല്ല, തന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. അഡ്വാൻസ് സാലറിയെ കുറിച്ച്. ഒരു മിനിറ്റ്, സിഹി എഴുന്നേറ്റോ? ഇല്ല, അപ്പ കിടന്നതാ ആള്. അഡ്വാൻസ് സാലറിയെ പറ്റിയിട്ട് സംസാരിക്കാൻ ഈ സമയത്ത് എന്താ വിളിച്ചത്? സ്വല്പം ഓവറാണെന്ന് എനിക്കും അറിയാം. ഇല്ല, പറ. തന്റെ വീട് നഷ്ടപ്പെടാതിരിക്കാൻ ഇതൊരു സഹായമാകുമല്ലോ എന്ന് ഞാൻ കരുതി. അതെ, അഡ്വാൻസ് സാലറി കിട്ടിയാൽ എത്ര കിട്ടും? 4-5 ലക്ഷം രൂപയല്ലേ ഉണ്ടാവൂ? അതൊന്നും കൊണ്ട് ഒന്നും ആവില്ല റാം. വീട് മാറുന്നത് മാത്രം ഒരു വഴി. നോ നോ, വീട് മാറുന്നതിനെ കുറിച്ചൊക്കെ എന്തിനാ ഇപ്പൊ ചിന്തിക്കുന്നത്? സിഹി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവക്ക് വെറുതെ വിഷമാവും. മുതിർന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ അവരോടൊന്നും പറയാതെ എല്ലാം സഹിച്ച് നാടൻ കളിച്ചോണ്ടിരിക്കല്ലേ. കുട്ടികൾക്കത് സാധിക്കില്ലല്ലോ. സിഹിക്ക് വീടിനോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടിയാ.
പ്ലീസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ പറയുന്നതൊക്കെ ശരിയാണ് റാം. പക്ഷേ ലോൺ അടയ്ക്കണമെങ്കിൽ വീട് മാറിയല്ലേ പറ്റൂ. ലോണുള്ള വീട് എങ്ങനെയാ മാറാൻ പറ്റാന്ന് ആ ലോയറോടൊന്ന് ചോദിക്കണം ഇനി എനിക്ക്. വീടിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ബാങ്കിൽ കൊടുത്തേക്കാം. ലോയർ എന്തായാലും ഹെൽപ്പ് ചെയ്യും. നോക്കാം. ബട്ട് സിയോട് ഞാൻ പറഞ്ഞോളാം. കഷ്ടമാണ്, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അവള് മനസ്സിലാക്കിക്കോളും. ചെറിയ കുട്ടിയാണെങ്കിലും കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. നാളെ പുറത്തു പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒക്കെ കൊണ്ടുപോയി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കട്ടെ. റാം, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? യാ ഷുവർ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയില്ലേ, അവിടെ എവിടെയെങ്കിലും ഒരു വാടക വീട് ശരിയാക്കി തരാൻ പറ്റുമോ? ഒന്ന് നോക്കിയിട്ട് പറയാമോ? എന്ന് വെച്ചാ നിങ്ങൾ അതിനുവേണ്ടി പുറത്തിറങ്ങി തപ്പണ്ട. നിങ്ങൾ വരുന്ന വഴിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്ലീസ് ഒന്ന് പറയാമോ? അത്ര വലിയ സ്ഥലത്തൊന്നും നോക്കണ്ട കേട്ടോ. മാക്സിമം ഒരു 8,000 രൂപയ്ക്കുള്ളിലുള്ള ഒരു ചെറിയ വീട്. ഞാനും സിഹിയും മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? ശരി. താങ്ക് യു റാം. എന്റെ വീടിന് വേണ്ടി നീയും ആലോചിച്ച് എന്നെ സഹായിക്കാൻ നോക്കുന്നുണ്ടല്ലോ നീ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ, ബൈ. സീതാരാമ ഓ സീതാരാമ. ഓഹോ, രാവിലെയൊക്കെ റെഡിയായി. എങ്ങോട്ട് പോവാനാ നിന്റെ പരിപാടി? സീതമ്മ, ഇന്ന് ബർവാലക്ഷ്മി ഉത്സവല്ലേ? ഹാ, ഉത്സവ ദിവസം നന്നായിട്ട് ഒരുങ്ങി നല്ലപോലെ നിക്കണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്താ ഇപ്പോഴും റെഡി ആകാത്തത്? വേണ്ട മോളെ, നീ റെഡിയായാ മതി. സീതമ്മ നിൽക്ക്. വായുടെ വാ. ഞാനാ പറയുന്നത്, ഇവിടെ ഇരുന്നോ. ഇതെല്ലാം ആർക്കാ? സുന്ദരിയാ എന്റെ സീത. കണ്ണിട്ട് നിനക്ക്. ഇത്ര അധികോ? എനിക്കൊരു ദൃഷ്ടിയും പതിയില്ല. എന്റെ ദൃഷ്ടി കൂടി നിനക്കാ പറ്റുക. ഞാനും ചെയ്യട്ടെ. ഇത്രയ്ക്ക് സൗണ്ടോ? ദൃഷ്ടി മൈനസ് ദൃഷ്ടി ഈസ് ഈക്വൽ ടു 0. ശ്രീവരലക്ഷ്മീ നമസ്തുതേ വസുപ്രദേ ശ്രീ ശാരദാ ദേവി നമസ്തുതേ 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 നമസ്തുതേ. ശാന്തേച്ചി, അപ്പൊ പ്രധാന പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഏകദേശമൊക്കെ കഴിഞ്ഞടി. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ലെന്ന് എന്റെ ഭർത്താവ് കുറെ സഹായിച്ചില്ലേ, അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും. ഓ വാ വാ എന്റെ ചെല്ലക്കുട്ടി, ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് മോളെ. നിനക്ക് കണ്ണുദോഷം കിട്ടും. സരി സരി സ സരി സരി സ
ശാന്ത ചേച്ചി, ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ട്. അർച്ചനാ കുങ്കുമം ഇങ്ങെടുത്തു. വീട്ടിലേക്ക് വന്നേക്ക്, അവിടെയും പൂജയുണ്ട്. ആന്റി ആ, എന്റെ സീതാമ്മയ്ക്കും കൂടി കുങ്കുമം കൊടുക്ക്. ഉത്സവാണെന്ന് പറഞ്ഞ് ഞാനാ റെഡിയാക്കിയത്. സീതമ്മ കുങ്കുമം എടുക്ക്. താലി അഴിക്കാത്തവർക്ക് മാത്രമേ കുങ്കുമം കൊടുക്കാവൂ. താലി അഴിക്കാത്തവരെന്ന് പറഞ്ഞാ ഭർത്താവുള്ളവരാ താലി അഴിക്കാത്തവര്. ഗൗരി, ഇവളുടെ ഭർത്താവ് എവിടെയാണോ എന്തോ, നിനക്കറിയാവോ?